നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ സ്റ്റൈലൊന്ന് മാറ്റാൻ പോവുകയാണ്. നമ്മൾ എപ്പോഴും ഈ എന്താ പറയുക ബേസിക് ലെവലിലോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവലിലോ ഒന്നും നിന്നാൽ പോരാ അല്ലേ. അപ്പോൾ എൻ്റെ കൂടെ തുടക്കം മുതലുള്ളവരെല്ലാം ഇപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവല് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ എന്ന പോലെ നിങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം എല്ലാ ഗ്രാമറും അറിയാം. പക്ഷേ നമ്മൾ അഡ്വാൻസ് ലെവലിലോട്ട് പോകണം. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ അഡ്വാൻസ് ലെവലിൽ ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കണമെങ്കിൽ, അങ്ങനെ നമ്മൾ സംസാരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് നല്ല നല്ല വേർഡ്സ് ആണ്. നല്ല നല്ല വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ഇല്ലേ, അതിനെ ഒന്ന് മാറ്റി കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള വൊക്കാബുലറി നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് ഇന്ന് ഞാനൊരു 10 യൂസ്ഫുൾ വേർഡ്സ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങളത് കേട്ടാൽ മാത്രം പോരാ, നമ്മുടെ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ ഈ അഡ്വാൻസ് വൊക്കാബുലറി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയില്ലേ, എപ്പോഴും നമ്മൾ പറയുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യം നല്ലതാണ്, മനോഹരമാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് ബ്യൂട്ടിഫുൾ. പക്ഷേ നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ബ്യൂട്ടിഫുൾ എന്ന് വന്ന വാക്കിനെ അങ്ങ് മറന്നു കളഞ്ഞേരെ. നമ്മൾ പുതിയ വാക്ക് പഠിക്കാൻ പോവാണ്, എക്സ്ക്യൂസൈഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പോലെ തന്നെ അതിമനോഹരമായ എന്നാണ് അർത്ഥം. ലവ്ലി എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഇതിൻ്റെ സിനോണിമസ് എന്ന് പറയുന്നത്. ഒരേപോലെ വരുന്ന വാക്കുകൾ അതാണ്. എക്സ്ക്യൂസൈഡ് എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന ബ്യൂട്ടിഫുൾ എന്ന് പറയും, ലവ്ലി എന്ന് പറയും, ഓസം എന്ന് പറയും. ഇങ്ങനെ നമ്മൾ കുറേ മനോഹരമായ വാക്കുകൾ പറയും. അതിന് പകരം ഇന്നു മുതൽ നമ്മൾ എന്ത് പറയണം? എക്സ്ക്യൂസൈഡ് എന്ന വാക്ക് നമ്മൾ പറയണം, അതിമനോഹരമായ. അപ്പം ഞാൻ ഈ സെൻറ്റൻസ് പറയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഏതാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്ന വാക്കും പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്തൊക്കെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുക? അഗ്ലി, വൃത്തികെട്ടത്, അല്ലെങ്കിൽ അൺപ്ലസന്റ്, സന്തോഷം തരാത്ത. ഈ വാക്കുകൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത വാക്ക് ഏതായിരുന്നു? എക്സ്ക്യൂസൈഡ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ എന്നാണ്. ദ ബ്രൈഡ് wore an exquisite dress. ഒരു അടിപൊളി ഡ്രസ്സാണ് ബ്രൈഡ് ഇട്ടത്. അടിപൊളി, പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കധികം അടിപൊളി. ദ ബ്രൈഡ് wore ബ്യൂട്ടിഫുൾ. അതൊരു എന്താ പറയുക, ഇനി അത് മാറ്റി. നമ്മൾ എന്ത് മാറ്റി? എക്സ്ക്യൂസൈറ്റ് എന്ന വാക്ക് ചേർത്തു. അപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ ഇനി എവിടെ ഉപയോഗിക്കേണ്ടി വന്നാലും നമ്മുടെ ഈ പുതിയ വേർഡ് നിങ്ങൾ പറയണം. അടുത്ത ഒരു വേർഡ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയും ഷീ ഈസ് സ്ട്രോങ്, ഷീ ഈസ് പവർഫുൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ഈ സ്ട്രോങ്ങിന് പകരം ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വേർഡാണ് റെസിലിയന്റ്. എന്താണ്? സ്ട്രോങ് ഉണ്ട്, പവർഫുൾ ഉണ്ട്, ഫ്ലെക്സിബിൾ ആണ്, ടഫാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് പകരം നമ്മൾ ഇനി ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? റെസിലിയന്റ്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിവുള്ള ആൾ, അതല്ലേ നമ്മൾ സ്ട്രോങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഞാൻ ഈ ഇംഗ്ലീഷ് വാക്ക് പരിചയമുള്ള ഫെമിലിയർ ആയുള്ള സ്ട്രോങ് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് ഈ റെസിലിയന്റ് ആഡ് ചെയ്യണമെന്ന് മനസ്സിലാവും. ഷീ ഈസ് റെസിലിയന്റ് ഇനഫ് ടു ഫേസ് ചാലഞ്ചസ്. ബുദ്ധിമുട്ടുകൾ നേരിടാൻ അവൾക്ക് കഴിവുള്ള ആളാണ്. അവള് അതിനെ തരണം ചെയ്യാൻ കഴിവുള്ള ആളാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിവുള്ള ആളാണ് അവൾ. മതിയായ കഴിവുള്ള. ഷീ ഈസ് റെസിലിയന്റ് ആണ്. ഇനി നമ്മൾ പവർഫുൾ, സ്ട്രോങ് എന്നൊക്കെ നമുക്ക് പറയേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കിനി എന്താണ്? റെസിലിയന്റ് ആണ്. മറന്നു പോകല്ല. നിങ്ങളുടെ തലയിലോട്ട് കയറിയല്ലോ, നമ്മൾ അഡ്വാൻസിലോട്ട് പോവുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ 10 വൊക്കാബുലറി പഠിച്ചു വെക്കുക. റെസിലിയന്റ് ആണ്. അപ്പൊ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? എക്സ്ക്യൂസൈറ്റ് എന്ന് പറയുക. സ്ട്രോങ് എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയണം റെസിലിയന്റ് എന്ന് പറയുക. ഇനിയുള്ളതാണ് പ്രൊഫൗണ്ട്. പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വെരി ഡീപ്പ് എന്ന് നമ്മൾ പറയും. അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായത്? ആഴത്തിലുള്ള അല്ലെ. പിന്നെ നമുക്ക് വെരി ഡീപ്പ് എന്ന് പറയുമ്പോൾ എന്തെന്ന് പറയണം?
പ്രൊഫൗണ്ട് എന്ന് പറയണം. ആഴത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ തോട്ട്ഫുൾ, വളരെയധികം ചിന്തിച്ചിട്ടുള്ള. അപ്പോൾ ഈ രണ്ട് വാക്കുകൾക്കും പകരം നമ്മൾ ഇനി പറയേണ്ടത് എന്താണ്? പ്രൊഫൗണ്ട്, ആഴത്തിലുള്ള. സെന്റൻസിലേക്ക് നോക്കുകയാണ് എങ്കിൽ ഹിസ് സ്പീച്ച് ഹാഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ മീ. എന്നിൽ ആഴത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ അവൻ്റെ പ്രസംഗത്തിനെ കൊണ്ട് കഴിഞ്ഞു. ഹിസ് സ്പീച്ച് ഹാഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ മീ. ആഴത്തിലുള്ള ഒരു സ്വാധീനം അവൻ്റെ പ്രസംഗം ചെലുത്തി എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഡീപ്പ് എന്ന് പറയാം, വെരി ഡീപ്പ് അല്ലെങ്കിൽ ഡീപ്പ് എന്ന് നമുക്ക് പറയേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഇനി അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ട വാക്കാണ് പ്രൊഫൗണ്ട്. ഇതിങ്ങനെ ഞാൻ 1-2 വട്ടം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലോട്ട് കയറാനാണ് ഞാനിത് പറയുന്നത് കേട്ടോ. മെറ്റിക്കുലോസ്, അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്താണത്? ദ ടീച്ചർ ഈസ് മെറ്റിക്കുലോസ് അബൌട്ട് ഗ്രാമർ. ടീച്ചർ ഗ്രാമറിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളാണ്. ചില ടീച്ചേഴ്സ് അങ്ങനെയാണ് അല്ലേ, അങ്ങനത്തെ ടീച്ചേഴ്സാണ് നല്ല ടീച്ചേഴ്സ്. ദ ടീച്ചർ മെറ്റിക്കുലസ് അബൌട്ട് ഗ്രാമർ, വളരെയധികം കെയർഫുൾ എന്ന് നമ്മൾ പറയുന്നിടത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മെറ്റിക്കുലോസ് എന്ന് ഉപയോഗിക്കുന്നത്. കെയർഫുൾ, അവിടെ നമ്മൾ ഇനി എന്ത് ഉപയോഗിക്കണം? മെറ്റിക്കുലോസ്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അക്യുറേറ്റ്. മെറ്റിക്കുലോസ്, അക്യുറേറ്റ് എന്ന് നമ്മൾ പറയേണ്ടടുത്ത് മെറ്റിക്കുലോസ് എന്ന് ഉപയോഗിക്കണം. ബ്യൂട്ടിഫുൾ എന്ന് പറയേണ്ടടുത്ത് ഉപയോഗിക്കണം. സ്ട്രോങ് എന്ന് പറയേണ്ടടുത്ത് ഉപയോഗിക്കണം. അക്യുറേറ്റ് എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കണം. വെരി ഡീപ്പ് എന്ന് പറയുന്നിടത്ത് ഉപയോഗിക്കണം. ക്ലിയർ? വൾണറബിൾ എന്താ? നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞ വൾണറബിൾ. വീക്ക് കിട്ടിയോ? എളുപ്പത്തിൽ ബാധിക്കുന്ന, സെൻസിറ്റീവാണ്. അപ്പൊ അതെന്താണ്? വൾണറബിൾ. വീക്ക്, സെൻസിറ്റീവ്, ഈ 2 വാക്ക് നിങ്ങൾക്കറിയാം. നമ്മൾ പുതിയത് അതിനോട് ചേർത്ത് വെച്ച് പഠിച്ചു. വൾണറബിൾ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നത്. സെൻസിറ്റീവ് ആണെങ്കിൽ എളുപ്പത്തിൽ നമ്മളതിനെ സ്വാധീനിക്കാൻ കഴിയുന്നത്. അപ്പോൾ വൾണറബിൾ എന്ന് നമ്മൾ പറയാം. ചിൽഡ്രൻ ആർ വൾണറബിൾ ടു ഓൺലൈൻ റിസ്ക്. ഓൺലൈനിലെ പെട്ടെന്ന് തന്നെ സ്വാധീനിക്കാൻ കഴിയുന്നത് ആർക്കാണ്? കുട്ടികൾക്കാണ്. ഓൺലൈൻ അല്ലേ? അപ്പോൾ വൾണറബിൾ, കുട്ടികൾ പെട്ടെന്ന് തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വീക്കാണ്, അതിനകത്തോട്ട് പെട്ടെന്ന് വീണു പോകും അല്ലേ? അതാണ് വൾണറബിൾ. അപ്പോൾ വൾണറബിൾ എന്ന് നമ്മൾ പറയുന്നത് വീക്ക് അല്ലെങ്കിൽ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഉപയോഗിക്കേണ്ടത് വൾണറബിൾ. എളുപ്പത്തിൽ സ്വാധീനിക്കുന്നത്, എളുപ്പത്തിൽ ബാധിക്കുന്ന. വൾണറബിൾ, കുട്ടികളെയാണ് ഓൺലൈൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ വൾണറബിൾ. അൺക്ലിയർ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ എന്ന് പറയും. ക്ലിയർ ആയിട്ടില്ല, ഡൗട്ട്ഫുൾ ആണ്, സംശയമാണ്. അപ്പൊ അതിന് പറ്റുന്നൊരു വാക്കാണ് ആംബിഗ്യുവസ്. അൺക്ലിയർ എന്ന് നമ്മൾ പറയുന്നതിന് പറയേണ്ട വാക്കാണ് ആംബിഗ്യസ്. ഹിസ് ആൻസർ വാസ് ആംബിഗ്യസ്. ആയിരുന്നു, വ്യക്തവുമല്ലായിരുന്നു ആൻഡ് സംശയമുള്ളതുമായിരുന്നു. വ്യക്തമല്ലാത്തത് അൺക്ലിയർ ആയിരുന്നു, ആംബിഗ്യസ് ആയിരുന്നു. അൺക്ലിയർ ആയിരുന്നു, ആംബിഗ്യസ് ആയിരുന്നു. അപ്പോൾ അൺക്ലിയർ എന്ന് നമ്മൾക്ക് പറയണമെങ്കിൽ നമ്മൾ ഇനി ഉപയോഗിക്കേണ്ട വാക്ക് എന്താണ്? ആംബിഗ്യസ്. ഒപ്റ്റിമിസ്റ്റിക്, അത് നമുക്കല്ല അല്ലെ, പ്രത്യാശയുള്ള, ഹോപ്പ്ഫുൾ അല്ലെ, പ്രതീക്ഷയുള്ള ഒരാളാണ് ഹോപ്പ്ഫുൾ എന്ന് നമ്മൾ പറയുന്നത് ഈ ഒപ്റ്റിമിസ്റ്റിക് തന്നെയാണ്. അപ്പോൾ ഈ ഒപ്റ്റിമിസ്റ്റിക് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇപ്പം തന്നെ ചെയ്യൂ കേട്ടോ. കാരണം ഒപ്റ്റിമിസ്റ്റിക് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിന് നമുക്ക് ഹോപ്പ്ഫുൾ എന്ന് പറയാം, പോസിറ്റീവ് എന്ന് പറയാൻ, കോൺഫിഡൻറ്റ് എന്ന് പറയാനൊക്കെ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ഉപയോഗിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ സെന്റൻസ് എഴുതിയിട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്കറിയാം കറേജിയസ് എന്താണ്? ബ്രേവ്, ബോൾഡ്, ധൈര്യമുള്ള എന്ന് പറയാനാണ് കറേജിയസ് ഉപയോഗിക്കുന്നത്. ബ്രേവ്, ബോൾഡ്. ഇനി നിങ്ങൾ 2 വാക്ക് മറന്നു കളഞ്ഞേരെ. ഇനി നമ്മൾ പുതിയ വാക്കിനെ നമ്മൾ എന്ത് ചെയ്തു? ഇൻസ്റ്റാൾ ചെയ്തു നമ്മുടെ ബ്രെയിനിലോട്ട്. എന്താ ചെയ്തത്? കറേജിയസ്. ദ സോൾജിയർ വാസ് കറേജിയസ് ഇൻ ബാറ്റിൽ. യുദ്ധത്തിൽ സോൾജിയർ ധൈര്യം കാട്ടി. എൻ്റെ ബ്രദർ ഒരു സോൾജിയർ ആണ് കേട്ടോ. എനിക്ക് അഭിമാനമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ കറേജിയസ് എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ള. നമ്മൾ എന്ത് മറന്നു കളഞ്ഞു? ബ്രേവും
ബോൾഡും മറന്നു കളഞ്ഞു. പുതിയതിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. എന്ത് ഇൻസ്റ്റാൾ ചെയ്തു? കറേജസ്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കേട്ടോ. ചേഞ്ച് ഈസ് ഇൻഎവിറ്റബിൾ ഇൻ ലൈഫ്. ചേഞ്ച് ഈസ് ഇൻഎവിറ്റബിൾ ഇൻ ലൈഫ്. ചേഞ്ച് ഈസ് അൺഅവോയ്ഡബിൾ ഇൻ ലൈഫ്. എന്താണ് ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ? അൺഅവോയ്ഡബിൾ. എന്താണ് അപ്പോൾ? ഒഴിവാക്കാനാവാത്തതാണ്. അപ്പോൾ അൺഅവോയ്ഡബിൾ എന്ന് പറയുന്ന വാക്കിന്റെ പകരം എന്താണ്? ഇൻഎവിറ്റബിൾ. ഒഴിവാക്കാൻ പറ്റാത്തത്, മാറ്റി നിർത്താൻ പറ്റാത്തത്. ഇൻഎവിറ്റബിൾ എന്താണ്? ഇൻഎവിറ്റബിൾ, മാറ്റി നിർത്താൻ പറ്റാത്തത്, ഒഴിവാക്കാനാവാത്തത്. അൺഅവോയ്ഡബിൾ ഇതേ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഎവിറ്റബിൾ. സെറീൻ. The village looks serene in the morning. The village looks peaceful in the morning. സമാധാനപരമായതാണ് വില്ലേജ് രാവിലെ. സെറീൻ എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ, സമാധാനപരം, ശാന്തതയുള്ളത്. കാം എന്നൊക്കെ പറയേണ്ടടുത്ത് നമുക്ക് സെറീൻ എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഇന്ന് അഡ്വാൻസ് ലെവലിലുള്ള കുറച്ച് വൊക്കാബുലറി വേർഡ്സ് നമ്മൾ അറിയണം. അഡ്വാൻസ് ലെവലിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് തന്നെ ഈ വേർഡ്സ് ഒന്ന് മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് തന്നെ. അപ്പം നമ്മൾ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കാവേ, നിങ്ങൾ ഓരോന്ന് പറഞ്ഞോളൂ. ബ്യൂട്ടിഫുൾ, വെരി ഡീപ്പ്, പീസ്ഫുൾ, അൺഅവോയ്ഡബിൾ, അൺക്ലിയർ. ഓക്കെ, കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ 10 പഠിച്ചു. ഇത് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ സംസാരത്തിൽ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് അഡ്വാൻസ് ലെവലിലോട്ട് ഇനി പോയി തുടങ്ങുകയാണ്. അപ്പോൾ അഡ്വാൻസ് ലെവലിലോട്ട് പോകണമെങ്കിൽ നമുക്ക് കുറേ വേർഡ്സ് ആണ്. അപ്പം ചില ദിവസങ്ങളിൽ വേർഡ്സ് തരും, ചില ദിവസങ്ങളിൽ സെൻറ്റൻസ് സ്ട്രക്ചർ മാറ്റി തരും. അങ്ങനെ പല രീതിയിൽ നമ്മൾ അഡ്വാൻസ് ലെവലിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ ഒപ്പം കൂടിക്കോളുക. ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെയാണ് എങ്കിലും ഇന്ന് മുതൽ എൻ്റെ ഒപ്പം കൂടിക്കോളുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. ഞാൻ എല്ലാ ദിവസവും അഡ്വാൻസ് ലെവലിലോട്ടുള്ള ക്ലാസ്സുകൾ ഷോർട്സ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ കേൾക്കുക, പഠിക്കുക കേട്ടോ. ഇനി ഒന്നും അറിയാത്തില്ലാത്തവരാണ് ആദ്യം ഇത് കാണുന്നതെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അതിൽ പാർട്സ് ഓഫ് സ്പീച്ചും ടെൻസസും ഒക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.